ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി നാസ്തക്ക് ചപ്പാത്തിയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഫിഷ് ബിന്ദാലുന്ന ഈ ഒരു മീൻകറിൻ്റെ പേര്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻകറി. പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 മണിക്കാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും മക്കൾക്ക് ചായ എല്ലാം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ചായക്ക് ഞാൻ കടല പുഴുങ്ങിയത് ഉണ്ടാക്കുന്നത്. കടല ഞാൻ വെള്ളത്തിലിടാൻ കുറച്ച് ലേറ്റായി പോയിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിന് മുമ്പേ ചപ്പാത്തി ഒന്ന് ചുട്ട് വെക്കാമെന്ന്. പിന്നെ ചപ്പാത്തിൻ്റെ പൊടി ഞാൻ കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചിന്. അതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിൻ്റെ പണി വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ച് ചപ്പാത്തി വേഗം തന്നെ ചുട്ടെടുത്ത്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ കടല പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. കടല അടുപ്പത്തായിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പുറത്തെ ചപ്പാത്തി ചുടേനു. പക്ഷേങ്കിൽ കടല ഞാൻ വെള്ളത്തിലിടാൻ കുറച്ച് ലേറ്റായി പോയിന്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിൻ്റെ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു. ഇനി കുതിർത്തുവെച്ച കടല ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കണം. പിന്നെ കടല പുഴുങ്ങി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ കുറേ ദിവസമായി പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഏതായാലും കടല പുഴുങ്ങി ഉണ്ടാക്കാമെന്ന്. നല്ല രസമായി ഈ ഒരു കടല പുഴുങ്ങിയതും പിന്നെ കട്ടൻ ചായയും. നമ്മൾ തട്ടുകടയിലെല്ലാം പോയാൽ കിട്ടുന്നില്ല, അതുപോലെ. കടല അവിടുന്ന് വേകുന്ന സമയം കൊണ്ട് ഞാനിപ്പുറത്തുനിന്ന് മീൻകറിൻ്റെ ഉള്ളിയും തക്കാളിയെല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ട് ഏലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻകറിൻ്റെ പണിയെടുക്കും. ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും പിന്നെ കറി വെക്കാൻ നിന്നാൽ ശരിയാവില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ കറി വെക്കാം. അപ്പോൾ കടല ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് കാച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ഊറ്റിക്കളയാം. അപ്പോൾ കടല ചട്ടി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം അതിൻ്റെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ ഇതിന്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കും വെച്ചിട്ടുണ്ട്, കട്ടൻ ചായക്ക്. അപ്പോൾ കടല ഇവിടുന്ന് ആകുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ കുറേ ഭാഗം കളഞ്ഞിന്, കുറച്ചേ ഉള്ളൂ. അതൊന്ന് കുറച്ച് തീ കൂട്ടി കൊടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ കടല പുഴുങ്ങിയത് ഇവിടെ റെഡിയായി. മക്കൾക്ക് ഞാൻ ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലയിൽ ഞാൻ ഉള്ളി ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഉള്ളി വേണം എന്തായാലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കയറ്റെടുത്ത്. നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ പാത്രങ്ങളല്ല കൂടുതലുണ്ടാകാൻ. അപ്പോൾ ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കിച്ചണിലിറങ്ങി. എന്നിട്ട് മീൻ കറിൻ്റെ പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവോലിയാണ് എടുത്തത്, 1/2 കിലോ ആവോലി. നമുക്ക് ഇതിന് ആദ്യം തന്നെ മസാല ഒന്ന് അരച്ചെടുക്കണം. മീനിൽ പുരട്ടി കൊടുക്കണം. പകുതി മസാല നമുക്ക് നെയ്യിലിട്ടിട്ട് വാട്ടി കുടിക്കാൻ വേണം. അപ്പോൾ മസാല അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉലുവ, പിന്നെ 6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് പെരുംജീരകം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലയുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് പകുതി എടുത്തിട്ട് മീനിലേക്ക് പുരട്ടി കൊടുക്കണം. പകുതി നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ മീനിൽ നല്ലോണം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉള്ളിയെല്ലാം വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മതി. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല പകുതി എടുത്ത് വെച്ചിട്ടില്ല, അത് ഈ നെയ്യിലേക്ക്, ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം തീ കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ പൊടി കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 സവാള
ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ 3 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചത്. എന്നിട്ട് ഈ സവാള നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉള്ളി വാടുന്ന നേരം കൊണ്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള 1 പാൽ വേണം, ഒരു 1/4 കപ്പോളം. പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് തന്നെ മതിയായിരിക്കും. അത് നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1/4 കപ്പ് 2 പാലും. എന്നിട്ട് ഈ സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 4 തക്കാളി അരച്ചത്, ഞാനിപ്പം 3 വലിയ തക്കാളിയാണ്, ചെറിയ തക്കാളിയാണെങ്കിൽ 4 എണ്ണം, വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വാടിയ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളക്കണം. അതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്, 2 പാൽ. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തുനിന്ന് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. മീൻ പൊരിച്ചിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇതിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു കപ്പ് നിറച്ച് കൊടുത്തിട്ടില്ല, ഒരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മതി, അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാകാൻ കറി. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ മീൻ പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 പാലല്ല, 2 പാൽ. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഫിഷ് കറിയുടെ റെഡിയായി. അപ്പോൾ കറിയെല്ലാം അതിന് ശേഷം പിന്നെ ഹസ്ബൻഡ് മീൻ കൊണ്ടുവന്നിനു. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ മാറ്റി വെക്കുന്ന. ഇത് കുറച്ചധികം മീനുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ എടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നിച്ച് വെള്ളത്തിൽ തന്നെ ഇടേണ്ടത്, അന്നേരം പിന്നെ മീനിൻ്റെ ചുവയെല്ലാം മാറും. അതുകൊണ്ട് ഞാൻ എന്താക്കി ഇതിൻ്റെ തലയും വാലെല്ലാം വേറെ തന്നെ എടുത്ത് വെച്ച് കറി വെക്കാമല്ലോ. പിന്നെ നല്ല പീസെല്ലാം അതും ഞാൻ വേറെ തന്നെ എടുത്ത് വെച്ച്. ഇത് നെയ്മീനാന്ന് തോന്നുന്നു. ബിരിയാണിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധനവും പിന്നെ മീനെല്ലാം എടുത്ത് വെച്ച് ഇനി കാര്യമായിട്ട് കിടക്കുന്ന പണിയാണ് ഈ പാത്രം കഴുകൽ. ഈ പാത്രം കുറച്ച് കഴുകാനുണ്ട്, അതിലൊന്ന് കയറ്റെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ആട്ടിൻ്റെ ബോട്ടിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, നല്ല ബോട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ റെസിപ്പി ഇടാൻ നോക്കാം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബോട്ടി കറി ഉണ്ടാക്കാൻ അത് വൃത്തിയാക്കേണ്ട ആലോചിച്ചിട്ടാണ്. ഭയങ്കര മെനക്കേടാന്ന് പിന്നെ ഈ ബോട്ടി അതിൻ്റെ കുടലെല്ലാം വൃത്തിയാക്കാൻ. അപ്പോൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യണമല്ലോ. പിന്നെ അതുമല്ല വൃത്തിയാക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ വൃത്തിയാക്കുന്നത് കൂടി കാണിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒന്നാമത് മടി. ബോട്ടിക്കറി ഇടാൻ എനിക്കും ഹസ്ബൻഡിനും പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതന്നെ ഈ വൃത്തിയാക്കേണ്ട മടി ആലോചിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് നല്ല ബോട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. അങ്ങനെ എൻ്റെ പാത്രം കഴുകലും കഴിഞ്ഞ് കിച്ചണെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ട് വെച്ച്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഭക്ഷണമെല്ലാം കൊണ്ടുവച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ കാത്തു നിന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഇട്ട് കൊടുത്ത് കൂടെ ഞാനും കഴിച്ച്. അതിനുള്ള പണിയെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മളിപ്പം ഭക്ഷണം കഴിച്ച പാത്രം കഴുകൽ മാത്രമേ ഉള്ളൂ. കിച്ചണ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പം തന്നെ കുറേ സമാധാനമാണ്. പിന്നെ പാത്രങ്ങൾ അങ്ങനെ കൂടുതൽ കഴുകാനൊന്നും ഉണ്ടാവില്ല, നമ്മളിപ്പോൾ കഴിച്ച പാത്രമെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മീൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻ കറി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.